ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ജയകുമാറാണ് ഞാനേ. ഇന്ന് നമ്മുടെ അവിടുത്തെ കുടുംബശ്രീയുടെ CDSൻ്റെ വാർഷികമാണ്. അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ അതിൻ്റെ ചെയർപേഴ്സണായ ബിന്ദുവിനോടൊന്ന് ചോദിക്കാം. കുടുംബശ്രീ CDSൻ്റെ 27ാമത് വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. വർണ്ണശബളമായ ഘോഷയാത്രയോട് കൂടി നടക്കുന്ന ഘോഷയാത്രയാണ്. നമ്മുടെ കോന്നിയുടെ പ്രിയങ്കരനായ MLA ആണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കുടുംബശ്രീയുടെ വാർഷികമാണ് കേട്ടോ. ADS വാർഷികമാണ്. അതിനോടനുബന്ധിച്ചുള്ള ജാഥയാണ് ഈ പോകുന്നത്. ഇന്ന് 27ാം വാർഷികമാണ് കുടുംബശ്രീയുടെ. ഇപ്പം വീട്ടമ്മമാരില്ല, ഓരോ കുടുംബശ്രീയിലെ അംഗങ്ങളെല്ലാം കൂടെ അത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ്സ് വിട്ട് എല്ലാവരും അതിൻ്റെ ജാഥ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയോര ഗ്രാമമായ തണ്ണിത്തോട് പഞ്ചായത്തിലെ അംഗങ്ങൾ മൊത്തമുണ്ട്. ഒരു വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ തണ്ണിത്തോട് പഞ്ചായത്ത് എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ജനീഷ് കുമാർ MLA സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനിയും ഈ ജാഥ ഒരു കിലോമീറ്ററൂടെ ഉണ്ട്. അവിടെ വെച്ചാണ് ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ജാഥ തണ്ണിത്തോട് കാവി ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയുമുണ്ട് 1/2 കിലോമീറ്ററൂടെ. നമ്മുടെ കാവി ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെ നേരെ നമ്മുടെ തണ്ണിത്തോട് ബസ് സ്റ്റാൻഡ് അടുത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടമ്മമാരെല്ലാം നടന്നു കഴിഞ്ഞ് അവരിതാ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ്, എല്ലാവരും അറിയാവുന്നവരാണ്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പം ഒത്തിരി നാളെ ഇങ്ങനെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഇങ്ങനെ അടുത്ത് ഒന്നിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അവരെല്ലാം നമ്മളോട് അവരുടെ കൂടെ ഫോട്ടോ വരണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിനകത്ത്. ഈ ഘോഷയാത്രയിൽ നമ്മൾ എടുത്തേക്കുന്ന എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. കണ്ടോ, ഞങ്ങളുടെ അയൽക്കാരാണ് എല്ലാവരും. കുടുംബശ്രീയിലെ മൊത്തം അംഗങ്ങളുമില്ല. ഓരോ കുടുംബശ്രീയിലും 5, 10, 15 പേരെ വീതമാണ് എല്ലാവരും വന്നേക്കുന്നത്. അതായത് എല്ലാ കുടുംബശ്രീയിലും 10-15 പേര് വന്നിട്ടുണ്ടോ തന്നെ സംശയമാണ് ആൾക്കാരെ. എന്നിട്ട് തന്നെ ഇത്രയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിക്കുക. എല്ലാവരും നടക്കണം കേട്ടോ. 1.5-2 കിലോമീറ്റർ നടക്കാനുണ്ട്. നടന്ന് അവരങ്ങ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ MLA വരും. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ. എന്തൊക്കെയോ സമ്മാനദാനങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്നറിയത്തില്ല. കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കങ്ങോട്ട് പോകാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഇത്ര ഇടയിൽ കുറേ എടുക്കണം. പിന്നെ അവിടെ ചെന്ന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാതെ കുറേ ഭാഗങ്ങളെടുത്തിട്ട് ഞാനിങ്ങ് പോരും. ഇത്രയും കുടുംബശ്രീ അംഗങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു പിടിക്കാനൊന്നുമില്ല, ഇതൊക്കെ ഉണ്ട്. ഉദ്ദേശമുണ്ട്. വൈകിട്ട് നോക്കിയാൽ മതി, YouTube ചാനൽ വരും. നമസ്കാരം. അങ്ങനെ തീർന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഇവരെല്ലാം. ഒരു കുടുംബശ്രീയിൽ എത്ര പേരാ? 10, 20? അങ്ങനെ ഉള്ളല്ലോ. മൊത്തത്തിൽ 20 പേരല്ലേ ഉള്ളൂ ഒരു കുടുംബശ്രീയിൽ. അതിനകത്ത് 10 പേര്.